ഓപ്പറേഷൻ സിന്ദൂർ നടത്തി ലോകം മുഴുവൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്. പക്ഷേ ആരും അറിയാത്ത എന്നാൽ വളരെ ആകാംക്ഷ ഉളവാക്കുന്ന ഒരു കാര്യം നടന്നെന്ന് പറഞ്ഞില്ല. അതായത് കുട്ടിച്ചാത്തൻ വിദ്യയാണ്. ഇന്ത്യ സത്യത്തിൽ പാകിസ്ഥാനെ പറ്റിക്കാൻ ഒരു മറിമായം നടത്തി. ഈ മറിമായത്തെക്കുറിച്ച് അമേരിക്കൻ വ്യോമസേനയുടെ മുൻ പൈലറ്റായ റയാൻ ബോഡൻ ഹീമർ പറഞ്ഞ വാചകം ഞാൻ ആദ്യം പറയാം. ബെസ്റ്റ് ഡിസെപ്ഷൻ എവർ സീൻ. അതായത് ലോക യുദ്ധ ചരിത്രത്തിൽ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒരു മായാവിദ്യ അല്ലെങ്കിൽ ചതി ഇന്ത്യ കാണിച്ചു. അപ്പോൾ പാകിസ്ഥാൻ പറഞ്ഞല്ലോ നമ്മുടെ 7-8 വിമാനം വെടിവെച്ചിട്ടു, 3 റാഫേൽ വെടിവെച്ചിട്ടു എന്നൊക്കെ പാകിസ്ഥാൻ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ ഒരു തെളിവും ഹാജരാക്കാൻ പാകിസ്ഥാൻ കഴിഞ്ഞില്ല. ഒരിടത്തും ഈ വിമാനങ്ങളുടെ അവശിഷ്ടം കിട്ടിയില്ല. അപ്പോൾ വീണ്ടും പാകിസ്ഥാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവിടെ അയാളുടെ പാകിസ്ഥാൻ്റെ മൈക്കായ രാഹുൽ ഗാന്ധി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ ഇങ്ങനെ റഫാൽ വീണു എന്ന് പറയുന്നത്? റഫാൽ വീണു എന്ന് പാകിസ്ഥാൻ പറയുന്നതിൽ കാര്യമുണ്ട്. പാകിസ്ഥാൻ നമ്മുടെ റഫാൽ വിമാനങ്ങളെ വെടിവെച്ചു, സത്യമാണ്. ആ വെടി നമ്മുടെ റഫാൽ വിമാനങ്ങൾക്ക് കൊണ്ടു. നമ്മുടെ റഫാൽ വിമാനങ്ങൾ പാകിസ്ഥാൻ്റെ മിസൈലേറ്റ്, വെടിയല്ല മിസൈലാണ്, ചൈനീസ് മിസൈൽ ഉപയോഗിച്ചിട്ടാണ് പാകിസ്ഥാൻ ആക്രമിച്ചത് അല്ലേ? അവരുടെ വ്യോമ പ്രതിരോധത്തിൻ്റെ ഭാഗമായി PL-15 ഈ കാറ്റഗറിയിൽപ്പെടുന്ന മിസൈലുകൾ ഉപയോഗിച്ച് നമ്മുടെ റഫാലിനെ ആക്രമിച്ചു, മിസൈൽ കൊണ്ടു, നമ്മുടെ വിമാനം വീണു. എന്നാൽ നമ്മുടെ വിമാനം വീണില്ല. ഇതാണ്. അപ്പോൾ സിനു ഇപ്പോൾ ചോദിച്ചില്ലേ വീണു എന്ന് പറഞ്ഞിട്ട് വീണില്ലെന്ന് പറയുന്നത് എങ്ങനെയാണെന്ന്? അതാണ് മറിമായം. അത് നമ്മൾ AI ഉപയോഗിച്ച് നടത്തിയ ഒരു മറിമായം. അതിന് നമ്മൾ ഒരു പ്രത്യേക ഉപകരണം ഉപയോഗിച്ചു. അതിൻ്റെ പേര് X-Guard എന്നാണ്. അത് നമ്മൾ റഫാൽ വിമാനങ്ങളുടെ സ്പെക്ട്ര EW സ്യൂട്ടുമായി നമ്മൾ അതിനെ ഘടിപ്പിച്ചു. അതൊരു കുട്ടിച്ചാത്തനാണ്. 30 കിലോ ഭാരമുള്ള കുട്ടിച്ചാത്തൻ എന്ന് വളരെ സിമ്പിളായിട്ട് പറയാം. നാടൻ ഭാഷയിൽ പറയുകയാണ് കുട്ടിച്ചാത്തൻ. ഇവൻ ഇസ്രയേൽ വികസിപ്പിച്ചെടുത്ത ഇസ്രയേൽ ടെക്നോളജിയാണ്. ഇസ്രയേൽ ഈ യുദ്ധത്തിലും നമ്മളെ സഹായിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളെന്താ ചെയ്തത്? ഇത് ഇസ്രയേൽ റഫാലിന് നമ്മൾ അഡ്വാൻസ് ഡിഫൻസ് സിസ്റ്റമാണ് X-Guard എന്ന് പറയുന്ന ഒരു ഡിഫൻസ് സിസ്റ്റം നമ്മൾ ഉപയോഗിച്ചു. ഇത് പാകിസ്ഥാൻ്റെ വ്യോമാക്രമണങ്ങളെ നിർവീര്യമാക്കാനല്ല, പാകിസ്ഥാനെ ആകപ്പാടെ ഒരു വിഭ്രമത്തിൽ, സ്ഥലജല ഭ്രമം പോലെ പാകിസ്ഥാനെ എത്തിക്കാൻ പറ്റി. എന്താണ് ഒറിജിനൽ, എന്താണ് മായ എന്നറിയാത്ത അവസ്ഥ. ഇതിനിപ്പോൾ അതിൻ്റെ ചിത്രങ്ങളൊക്കെ പുറത്തു വരുന്നു എന്ന് പറഞ്ഞാൽ ഒരു പ്രതിരോധ സ്ഥാപനം ഇപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇന്ത്യൻ ഡിഫൻസ് റിസർച്ച് വിങ് അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. നമ്മൾ ഈ റഫാൽ വിമാനം പറക്കുമ്പോൾ അതിനെ 100 മീറ്റർ നീളമുള്ള ഒരു ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ അതിൻ്റെ വിമാനത്തിൻ്റെ പുറകിൽ നിന്ന് നീട്ടിയിടും. അതിൽ നമ്മൾ എന്ത് ചെയ്യും? X-Guard എന്ന് പറയുന്ന ഈ 30 കിലോ ഭാരമുള്ള വസ്തു ഘടിപ്പിക്കും. എന്നിട്ടാണ് നമ്മുടെ റഫാൽ വിമാനങ്ങൾ പറക്കുന്നത്. ചിത്രം കാണിക്കാം. അതായത് റഫാൽ വിമാനത്തിൽ നിന്ന് ഒപ്റ്റിക്കൽ ഫൈബർ ഒരു കേബിൾ 100 മീറ്റർ നീളം. 100 മീറ്റർ കഴിയുമ്പോൾ X-Guard എന്ന് പറയുന്ന ഈ ഉപകരണം നിൽക്കും. അപ്പോൾ വിമാനം പറക്കുമ്പോൾ ഇതിനോടൊപ്പം പറക്കും. ഇതിനകത്ത് AI സംവിധാനങ്ങൾ ഈ X-Guardനുണ്ട്. ഈ X-Guard എന്ത് ചെയ്യും? റഫാൽ പറക്കുന്ന അതേ വേഗതയിലായിരിക്കും ഇതും പറക്കുന്നത് അല്ലേ? അതേ വേഗത, അതേ സിഗ്നൽസ്, റഫാലിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന അതേ സിഗ്നൽസ് ഇത് പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കും. എന്നിട്ടോ ഡോപ്ലർ എഫക്റ്റ് അതും റഫാലിൻ്റെ തുല്യമായിരിക്കും. അപ്പോൾ ശത്രുവിൻ്റെ എയർ ഡിഫൻസ് നോക്കുമ്പോൾ ലക്ഷ്യം ആ സിഗ്നൽ റഫാൽ പറക്കുന്നു, നമ്മുടെ റഫാലിൻ്റെ സിഗ്നൽസ് ഓഫ് ആയിരിക്കും. അപ്പോൾ ഈ പുറകിലുള്ളവൻ്റെ സിഗ്നലാണ് ഈ X-Guardൻ്റെ സിഗ്നൽസ് ആണ് ആർക്ക് കിട്ടുന്നത്? ശത്രുവിന് കിട്ടുന്നത്, പാകിസ്ഥാന് കിട്ടിയത്. ആ ടെക്നോളജി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് ഈ പറഞ്ഞ റയാൻ ബോഡൻ ഹീമർ പറഞ്ഞതുപോലെ ബെസ്റ്റ് ഡിസെപ്ഷൻ എവർ സീൻ. ഇതുവരെ നടത്തിയിട്ടുള്ള യുദ്ധത്തിൽ ഒരു സൈന്യം നടത്തിയിട്ടുള്ള ഏറ്റവും വലിയ ഒരു ചതി, പറ്റിക്കലാണത്. ഈ ചതി നമ്മൾ ഇതുവരെ ലോക യുദ്ധ ചരിത്രത്തിൽ ഏറ്റവും ഫലപ്രദമായി ഇന്ത്യ ഉപയോഗിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന അമേരിക്കൻ യുദ്ധവിമാനത്തിൻ്റെ പൈലറ്റാണ്. അദ്ദേഹം ഇതേക്കുറിച്ച് വായിച്ച് ആശ്ചര്യപ്പെട്ടു. അപ്പോൾ ഇതിങ്ങനെ ഒരു തിയറിയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ പ്രാക്ടിക്കലായിട്ട് നമ്മൾ പരീക്ഷിച്ചു. അപ്പോൾ പാകിസ്ഥാനെ പറ്റി എന്താ? നമ്മുടെ റഫാലൊക്കെ പറന്നു വരുന്നു, അവരുടെ റഡാറിൽ തെളിയുന്നു, അവർ എന്ത് ചെയ്യുന്നു? PL-15 ഈ ചൈനീസ് മിസൈൽ ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യുന്നു. എവിടെ കൊണ്ടു? X-Guard കൊണ്ടു. X-Guard തകർന്നു. പാകിസ്ഥാൻ നോക്കുമ്പോൾ ഇന്ത്യയുടെ റഫാൽ വീണു. അപ്പോൾ അത് താഴെ വീണു. ഇതേ സമയത്ത് ഒളിഞ്ഞിരിക്കുന്ന എല്ലാ സിഗ്നലുകളും ഒളിഞ്ഞിരിക്കുന്ന നമ്മുടെ വിമാനം എന്ത് ചെയ്യുന്നു? നമ്മുടെ വിമാനം ട്രാക്ക് ചെയ്യുന്നു എവിടെ നിന്നാണ് ഈ മിസൈൽ വന്നത്. അവിടേക്ക്
ഈ നമ്മുടെ റഫാലിൽ നിന്ന് അറ്റാക്ക് ചെയ്യുന്നു, അവരെ തകർക്കുന്നു. അപ്പോൾ അവർ നമ്മുടെ ഒരു മന്ത്രവിദ്യക്കകത്ത് കുടുങ്ങുന്നു, നമ്മൾ തിരിച്ച് അവരെ കൃത്യ ലക്ഷ്യസ്ഥാനത്ത്. അത് കൃത്യമായി അതിൻ്റെ ചിത്രങ്ങൾ, അതിൻ്റെ വീഡിയോ ഇപ്പോൾ ലഭ്യമാണ്. അപ്പോൾ ഈ പറയുന്ന പോലെ നമ്മുടെ റഫാൽ വീണു എന്ന് പാകിസ്ഥാൻ പറയുന്നത് ശരിയാണ്. പാകിസ്ഥാൻ്റെ കാഴ്ചപ്പാടിൽ, പാകിസ്ഥാൻ്റെ റഡാർ പ്രകാരം, പാകിസ്ഥാൻ്റെ ഡോക്യുമെൻറ്റ്സ് പ്രകാരം അവരെന്ത് ചെയ്തു? നമ്മളെ കണ്ടു, ലോക്ക് ചെയ്തു, എയിം ചെയ്തു, മിസൈൽ അയച്ചു, മിസൈൽ ഹിറ്റ് ചെയ്തു, റഫാൽ വീണു. അപ്പോൾ അവർ പറയുന്നത് ശരിയാണ്. നമ്മുടെ റഫാലിനൊന്നും പറ്റിയിട്ടില്ല. ഇതാണ് സംഭവം. അതുകൊണ്ടാണ് ഇക്കാലം അത്രയും നമ്മുടെ വിമാനങ്ങൾ വീണു, നമ്മുടെ റഫാൽ വീണു എന്ന് പറയുന്നിട്ട് ഒരു പാട്ടക്കഷ്ണം പോലും എടുത്ത് കാണിക്കാൻ പറ്റാതെ പാകിസ്ഥാൻ ഇപ്പം ചിലരൊക്കെ ചെയ്യുന്ന AI വഴി ചില സാധനം ഉണ്ടാക്കി ഇന്ത്യയുടെ റഫാലാണ്, ഇന്ത്യയുടെ വിമാനമാണെന്ന് കാണിക്കുന്നത്. പക്ഷെ ഒറിജിനൽ ഒരു പീസ് പോലും കാണിക്കാൻ ഇതൊരാൾക്കും പറ്റിയിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു കഷ്ണമെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വിദ്വാൻ ഇന്ത്യ മുഴുവൻ അത് തലയിൽ ചുവന്നുകൊണ്ട് നടക്കുമായിരുന്നു. ഒരു യുദ്ധമാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വീഴ്ചകൾ പറ്റും. നമ്മുടെ ചില വിമാനങ്ങൾക്ക് പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ റഫാൽ വിമാനത്തിൻ്റെ കാര്യത്തിൽ അതിൻ്റെ പാകിസ്ഥാൻ വെടിവെച്ചിട്ടു എന്ന് പറയുമ്പോൾ ദസോയുടെ ഫ്രഞ്ച് കമ്പനിയുടെ ചെയർമാൻ എറിക് ട്രാപ്പിയർ മുമ്പൊരിക്കൽ പുള്ളി പറഞ്ഞിരുന്നു, ഒന്നും വീണിട്ടില്ല, കഴിഞ്ഞ 25 വർഷത്തിനിടയ്ക്ക് ഒറ്റ റഫാൽ യുദ്ധത്തിൽ വീണിട്ടില്ല എന്ന് പറഞ്ഞു. വീണ്ടും കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിനോട് ഒരു ഇൻ്റർവ്യൂ ഉണ്ടായി. ഏവിയേഷൻ ദശാസ് എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് മാധ്യമവുമായിട്ട് ഒരു അഭിമുഖം. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ റഫാൽ വീണില്ല ഇന്ത്യയും പാകിസ്ഥാനുമായുള്ള ഓപ്പറേഷൻ സിന്ദൂറിനിടയ്ക്ക് റഫാൽ വീണില്ല എന്ന് പറയുന്ന കളവല്ലേ എന്ന് ചോദിച്ചു. അദ്ദേഹം ആവർത്തിച്ചു. എറിക് ട്രാപ്പിയർ വീണ്ടും പറഞ്ഞു, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ആ ഏറ്റുമുട്ടലിൽ ഒരൊറ്റ റഫാലും വീണിട്ടില്ല. ഇതുവരെ റഫാൽ ഉണ്ടാക്കി 25 വർഷം കഴിഞ്ഞു. 25 വർഷത്തിടയ്ക്ക് ഒരു റഫാലും വീണിട്ടില്ല. യുദ്ധത്തിൽ അദ്ദേഹം അണ്ടർലൈൻ ചെയ്തു, യുദ്ധത്തിൽ വീണിട്ടില്ല. ഇന്ത്യയുടെ ഒരു റഫാൽ വീണിട്ടുണ്ട്, അത് അദ്ദേഹം സമ്മതിച്ചു. അതാണ് ആ യുദ്ധം നടക്കുമ്പോൾ ദാസോ എയർ പറഞ്ഞു നമ്മുടെ റഫാൽ വീണു എന്ന് പറഞ്ഞ് വാർത്ത വന്നത് ശരിയാണ്. ഒരു റഫാൽ വീണു. അത് വീണത് ഇപ്പോൾ എറിക് ട്രാപ്പിയർ പറയുന്നത് അത് ഈ വിമാനങ്ങൾ ട്രെയിനിങ്ങിന് ഉപയോഗിച്ചു. ഇപ്പം കിട്ടിയ വിമാനങ്ങളെല്ലാം ഫൈറ്റർ ജെറ്റുകളല്ല, ട്രെയിനിങ് ജെറ്റുകൾ 1-2 ഉണ്ട്. അതിലൊരു ട്രെയിനിങ് ജെറ്റ് ട്രെയിനിങ്ങിൻ്റെ ഭാഗമായി പറക്കുമ്പോൾ 12,000 അടിക്ക് മുകളിലേക്ക് വരുന്നു. അനുവദനീയമായ അടി എന്ന് പറയുന്നത് 12,000 അടിയാണ് ട്രെയിനിങ് വിമാനത്തിന്. 12,000 അടിക്ക് മുകളിൽ വരുന്നപ്പോൾ അതിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് അത് താഴേക്ക് വിടും. അങ്ങനെ ഒരു സാധനമാണ് അങ്ങനെ ഒരു സംഭവമാണ് ഇന്ത്യക്ക് കൊടുത്ത റഫാലിൻ്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളത്. ഇന്ത്യയുടെ ഒരു റഫാലും ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഇടയ്ക്ക് വീണിട്ടില്ല എന്ന് റഫാലിൻ്റെ CEO, ചെയർമാൻ ആൻഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എറിക് ട്രാപ്പിയർ വീണ്ടും പറയുന്നു. അപ്പോൾ മാത്രമല്ല, ഇപ്പോൾ ഫ്രാൻസ് ഇപ്പോൾ പറയുകയാണ്, ഫ്രാൻസ് ഇപ്പോൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നറിയോ, ഈ റഫാൽ ഭയങ്കര മോശമാണ്, ഞങ്ങളുടെ വിമാനങ്ങൾ അതിനെ അടിച്ചിട്ടു, ഇന്ത്യയുടെ വിമാനം പോയി എന്നൊക്കെ പറഞ്ഞു വലിയ കാമ്പയിൻ. വിവിധ രാജ്യങ്ങളിലെ മിലിറ്ററി അറ്റാഷമാരെ ഉപയോഗിച്ച് ഫ്രാൻസിനെ വല്ലാതെ ഡിഫെയിം ചെയ്യുന്നു, മോശമാക്കാൻ ശ്രമിക്കുന്നു എന്ന് ഫ്രഞ്ച് സർക്കാർ ഔദ്യോഗികമായ ഒരു സ്റ്റാൻഡ് എടുത്ത് വന്നിട്ടുണ്ട്. അതായത് അവരുടെ ഇപ്പോൾ ഇന്തോനേഷ്യയിലെ ഉൾപ്പെടെയുള്ള ചൈനീസ് ഡിഫൻസ് അറ്റാഷമാർ വളരെ വ്യാപകമായ റഫാലിനെതിരെ മോശം കാമ്പയിൻ നടത്തുന്നു എന്നുള്ള പരാതിയുമായി ഔദ്യോഗികമായി ഫ്രാൻസ് രംഗത്ത് വന്നിരിക്കുക. ഫ്രാൻസിനെ സംബന്ധിച്ച് ഫ്രാൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിൽപ്പനകളിൽ ഒന്ന് ആയുധ വിൽപ്പന, റഫാൽ വിൽപ്പനയാണ്. ഇതുവരെ 533 റഫാൽ വിമാനങ്ങൾ അവർ വിറ്റിട്ടുണ്ട്. അതിൽ 323 വിമാനങ്ങളും ഈജിപ്ത്, ഇന്ത്യ, ഖത്തർ, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലാണ്. ഇപ്പോൾ ഇന്തോനേഷ്യ ഒരു 42 റഫാൽ വാങ്ങാൻ തയ്യാറെടുക്കുകയാണ്. അപ്പോഴാണ് ചൈന പറയുന്നത്, കണ്ടില്ലേ ഇന്ത്യയുടെ റഫാൽ യുദ്ധത്തിൽ വീണു, റഫാൽ കൊള്ളത്തില്ല, ഞങ്ങളുടെ വിമാനം അടിക്കും എന്ന് പറഞ്ഞ് ഇവർ കാമ്പയിൻ നടത്തുകയാണ്. കാമ്പയിൻ നടത്തിയിട്ട് ഇപ്പോൾ ഔദ്യോഗികമായി ഫ്രാൻസ് പറയുന്നു, ഒരു സർക്കാരാണ്, രാഹുൽ ഗാന്ധി ആലോചിക്കേണ്ട കാര്യമുണ്ട്, പാകിസ്ഥാനല്ല, പാകിസ്ഥാനേക്കാളൊക്കെ എത്രയോ വലിയ രാജ്യമാണ് ഫ്രാൻസ്. അവർ ആണവശേഷിയുള്ള ലോകത്തിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിലൊന്നാണ് ഫ്രാൻസ് പറയുന്ന ഒരൊറ്റ റഫാൽ വീണിട്ടില്ല, ഞങ്ങളുടെ വിമാനത്തേക്ക് ഒരെണ്ണം വീണെന്നുള്ളവർ പറഞ്ഞത് ഈ അനുവദനീയമായ ഉയരത്തിൽ കൂടുതൽ ഉയർന്നപ്പോൾ പരിശീലനത്തിടയ്ക്ക് തകർന്നു വിടും, അതല്ലാതെ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് ഒരു റഫാലും വീണിട്ടില്ല. അത് മാത്രമല്ല, ഫ്രാൻസ് ഔദ്യോഗികമായിട്ട് പറയുകയാണ്, ഇതിനിപ്പോൾ ചൈന ഇതിനു വേണ്ടിയിട്ട് ഇന്ത്യയുടെ റഫാൽ വീണു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വ്യാജ വീഡിയോകൾ ഉണ്ടാക്കുന്നു, AI ഉപയോഗിച്ച് ചിത്രങ്ങളും വീഡിയോയും ഒക്കെ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞിട്ട് പുതിയ
ആരോപണമായിട്ട് ഇപ്പം പ്രതിരോധവുമായി ഇപ്പോൾ ഫ്രാൻസ് രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ നമ്മുടെ യുദ്ധമായിരുന്നു, യുദ്ധത്തിൽ യുദ്ധമാകുമ്പോഴത്തേക്ക് കുറേ നഷ്ടങ്ങളൊക്കെ ആർക്കും ഉണ്ടാവും, സ്വാഭാവികമാണ്. ഇന്ത്യക്ക് ചില വിമാനങ്ങൾ ആദ്യ ദിവസം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് ഇന്ത്യയുടെ സംയുക്ത സേനാ മേധാവി അനിൽ ചൗഹാൻ പറഞ്ഞു. അത് റഫാലല്ല, അത് വീണത് വെടികൊണ്ടുമല്ല, നമുക്ക് നമ്മുടെ പൈലറ്റുമാരും മരിച്ചിട്ടുമില്ല, ഒരാൾക്ക് പരിക്ക് പോലും പറ്റിയിട്ട് ഇഞ്ചുറി ഉണ്ടായിട്ടില്ലെന്നാണ് പറഞ്ഞത്. ഒരു പരിക്കും നമ്മുടെ ഒരു പൈലറ്റിനും ഉണ്ടായിട്ടില്ല. നമ്മുടെ വിമാനങ്ങളൊക്കെ തിരിച്ചു വന്നു. ചിലതിന് ചിലപ്പോൾ വെടിയേറ്റിരിക്കാം, മിസൈൽ കൊണ്ടിരിക്കാം, പക്ഷേ അതിനെ തകർന്നു വീണു എന്ന് പറയാൻ പറ്റില്ല. ആദ്യത്തെ ദിവസം ടെക്നിക്കൽ ഫെയിലിയർ ഉണ്ടായി എന്നാണ് പറയുന്നത്. ആ ടെക്നിക്കൽ ഫെയിലിയർ മറ്റ് ദിവസങ്ങളിൽ പരിഹരിക്കാൻ കഴിയും. അപ്പോൾ ഏതായാലും ഇപ്പോൾ പാകിസ്ഥാൻ പറയുന്നത് പോലെ റഫാൽ കണ്ടു, റഫാലിനെ ഉന്നം വെച്ചു, റഫാലിനെ എയ്തു, റഫാലിനെ വീഴ്ത്തി എന്ന് പാകിസ്ഥാൻ പറയുന്നത് ശരിയാണ്. പാകിസ്ഥാൻ അത് അത് പറയാനുള്ള അവകാശമുണ്ട്. പാകിസ്ഥാനെ സംബന്ധിച്ച് അവർ കണ്ടല്ലോ, അവർ ചെയ്തല്ലോ, അവർ മിസൈൽ അയച്ചല്ലോ, അപ്പോൾ വീണിട്ടുണ്ടാവാം. വീഴുന്നതും അവർ കണ്ടു. പക്ഷേ വീണത് എക്സ് ഗാർഡാണ്. അപ്പോൾ ലോക സൈനിക വ്യോമ ആക്രമണ രംഗത്ത് ഒരു പുതിയ അധ്യായം ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ കാലത്ത് ഓപ്പൺ ചെയ്തിരിക്കുന്നു, തുറന്നിരിക്കുന്നു എന്നാണ് ഈ റഫാലിൻ്റെ ഡിക്കോയ് ഉണ്ടാക്കി. എക്സ് ഗാർഡ് എന്ന് പറയുന്ന സാധനം ഇതിൻ്റെ പിന്നാലെ പറപ്പിച്ച് ശത്രു രാജ്യത്തെ കബളിപ്പിച്ച് ഒരു വലിയ സൈനിക ചരിത്രം ഇന്ത്യ എഴുതിയിരിക്കുക. അതിനകത്ത് ഈ പറയുന്ന പോലെ ഇന്ത്യയുടെ എക്കാലത്തെയും സുഹൃത്തായ ഇസ്രയേലിൻ്റെ സഹായം കൂടി ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ആവേശം നൽകുന്ന ഒരു വാർത്ത. അതിൻ്റെ വീഡിയോയും ചിത്രങ്ങളും നമ്മൾ ഈ വീഡിയോടൊപ്പം ചേർക്കുന്നുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.